തീർച്ചയായിട്ടും അതിൻ്റെ തർക്കം ഈ പ്രതിസന്ധിയിലുണ്ടല്ലേ. ഇപ്പം ഈ പ്രതിസന്ധി വന്നതല്ലേ ഈ കോലത്തിൽ ആവുന്നത്. ഇതൊരു പ്രതിസന്ധിയല്ല. ഈ ഒരു എന്താ പറയുക, സമൂഹത്തിൻ്റെ അടിയിൽ ഒരു മാനക്കേടിലേക്ക് ഈ ഗവൺമെന്റിനെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇതിലും വലിയ പ്രതിസന്ധിയൊക്കെ ഗവൺമെന്റ് തരണം ചെയ്തു പോയിട്ടുണ്ട്. ഇതൊരു മാനക്കേട്, ഒരു ചീഞ്ഞ കേസായിപ്പോയി. ഇങ്ങനെ ഒരു ചീച്ചിൽ ഈ ഗവൺമെന്റിനോ ഈ പറയുന്ന മുന്നണിക്കോ ഈ പാർട്ടിക്കോ വരാതിരിക്കാൻ്റെ കാവലാളായിട്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം പരാജയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ട്. അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയിട്ടാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോ? അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ടോ എന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ലല്ലോ. എവിടെ പ്രതിസന്ധിയിലാക്കുന്നത്? പാർട്ടിക്ക് എന്താ അതിലെ ഉത്തരവാദിത്തം? ഞാൻ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് പൂഴ്ത്തി വെച്ച് പൊതുസമൂഹത്തിൽ വരുന്ന MLA-മാരായാലും പാർട്ടിയുടെ എന്താ പറയുക ജില്ലാ സെക്രട്ടറിക്ക് താഴെയുള്ള നേതാക്കന്മാരായാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും എന്താ പറയുക കോർപ്പറേഷൻ്റെ ചെയർമാൻമാരായാലും മുനിസിപ്പൽ ചെയർമാൻമാരായാലും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിമാരായാലും ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് CM-നെ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ ഒരാളെ അദ്ദേഹം കടത്തിവിടാറില്ല കഴിഞ്ഞ 3 വർഷമായിട്ട്. ഒരാളെയും. അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തന്ന CM തിരക്കില്ലെന്ന് പറയും. അങ്ങനെ CM-ഉം പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിനൊരു മറയായിട്ടാണ് ഈ ശശി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? താഴേക്കടയിൽ നിന്ന് വിവരം കിട്ടില്ലേ പാർട്ടിക്ക്, CM-ന്? അതുണ്ടായിട്ടില്ല. ഞാൻ പി ശശിയുടെ അടുത്ത് കഴിഞ്ഞ 8 മാസമായിട്ട് പോകാറില്ല. സാജൻ സ്കറിയ കേസിന് ശേഷം. കാരണം ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹി, ഇതുപോലെയുള്ള ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി രാപ്പകൽ തൻ്റെ നാവും ഇട്ട് അധ്വാനിക്കുന്ന, കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജ്യദ്രോഹ കുറ്റമായ പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോൾ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന MR അജിത് കുമാറും. അതിൽ കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടിട്ടുള്ളത്. അതിൽ ശശിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് എനിക്കറിയില്ല. MR അജിത് കുമാറിന് കിട്ടിയെന്നുള്ള ഉറപ്പാണ്. അപ്പം അന്ന് തുടങ്ങിയ പോരാട്ടം ഞാൻ ഇപ്പോഴും ഡെയിലി വീഡിയോ വിടുന്നുണ്ടല്ലോ. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും പോലീസ് ഒരു കൃത്യമായ കുറ്റപത്രം കൊടുക്കുകയോ ആ കുറ്റപത്രത്തിൽ അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ന്റെ 66F എന്ന വകുപ്പ് ചേർക്കാനോ എന്താ ഈ നിമിഷം വരെ പോലീസ് തയ്യാറാവാത്തത്? എന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനു വേണ്ടിയിട്ട് ഇടപെടാത്തത്? അത് തന്നെയാണ് ഇതിന്റെ വിഷയം. അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. ഇപ്പോഴും അവൻ മാത്രമാണല്ലോ കുരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ അവന്റെ കുരയുടെ അടിസ്ഥാനം? ആ കുര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുരക്കട്ടവൻ. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇതാർക്ക് വേണ്ടിയിട്ടാ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ പോരാട്ടം നയിച്ചത്. ആ പോരാട്ടത്തിലെ മുഖ്യ ശത്രുവായ, ദേശദ്രോഹിയായ, രാജ്യവിരുദ്ധനായ, വർഗീയവാദിയായ ഈ സാജൻ സ്കറിയയെ സഹായിക്കുന്ന നിലപാട് ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അതിലും വലിയ ദേശദ്രോഹികളല്ലേ? അവിടുന്നാണല്ലോ ഞാനിത് ആരംഭിച്ചത്.